ഹായ്, ഞാനിന്നൊരു കാര്യം പറയട്ടെ. ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ എന്നെ ഒരുപാട് പേര് കളിയാക്കി കേട്ടോ. ഭയങ്കരമായിട്ട് അപമാനിച്ചു. ഇവയ്ക്കിനി ഇതാണോ ജോലി, ആരാണ് ഇതൊക്കെ കാണാൻ പോണേന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കി. ആ സമയത്തൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ആരോടും ഒന്നും പറയാൻ പറ്റാണ്ട് ഞാൻ കടിച്ചമർത്തിയിരുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വളരാൻ തുടങ്ങുമ്പോൾ ആദ്യം കയ്യടിയല്ല കിട്ടണത്, ഭയങ്കരമായിട്ടുള്ള പരിഹാസമാണ്. ചുറ്റിനും ഉണ്ടാവും പരിഹസിക്കുന്നവർ. എന്നെപ്പോലെ ഇന്നും പലരും ഉണ്ടാവും സ്വന്തം സ്വപ്നം തുടങ്ങാൻ പേടിക്കുന്നവർ, ആളുകൾ എന്തു പറയുമെന്ന് ചിന്തിച്ച് പിന്നോട്ട് പോകുന്നവർ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോട്ടോ, നമ്മൾ ഇഗ്നോർ ചെയ്യുന്നവരുടെ പിന്നാലെ നമ്മൾ ഓടേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ വാല്യൂ അറിയുന്നവർ ഒരു ദിവസം നമ്മളെ തേടി വരും. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, അവസാനം കരയുന്നത് നമ്മൾ തന്നെയായിരിക്കും. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ആരെയും നമ്മൾ സന്തോഷിപ്പിക്കാൻ നിൽക്കേണ്ട ഒരു കാര്യമില്ല. ചിലർ നമ്മുടെ ലൈഫിൽ നിന്ന് പോവും, അത് നമ്മുടെ നഷ്ടമായിട്ട് കാണരുത്. അത് ജീവിതം തരുന്ന ഒരു ലെസണായിട്ട് മാത്രം എടുക്കുക. നമ്മളെ തകർക്കാൻ ശ്രമിച്ചവർക്ക് മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. മറുപടി പറഞ്ഞ് എന്തിനാണ് നമ്മുടെ സമയവും സമാധാനം കളയേണ്ടത്? നമ്മുടെ സക്സസ് തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രൂവ് ചെയ്യാനല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സ്വയമായിട്ട് വളരുക. ഒരു ദിവസം നമ്മളെയൊക്കെ കളിയാക്കിയവർ, നമ്മളെയൊക്കെ പുച്ഛിച്ചവർ നമ്മളുടെ മാറ്റം കണ്ട അതിശയിക്കുന്ന ഒരു ഡേ വരും. ആ ഒരു ദിവസത്തിലേക്ക് എത്തിച്ചേരാൻ കാത്തിരിക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മളുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ തന്നെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അയ്യോ, അന്ന് എനിക്കത് ചെയ്യാമായിരുന്നു, ഇല്ലെങ്കിൽ എനിക്ക് അന്ന് ഈ കാര്യം പറയാമായിരുന്നു എന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ തോറ്റുപോണത് നമ്മളാണ്. ലൈഫിൽ എവിടെയെങ്കിലുമൊക്കെ വിജയിക്കണമെങ്കിൽ നമ്മൾ ചുറ്റിനും നിൽക്കുന്നവരുടെ കാഴ്ചപ്പാടും ചുറ്റിനും നിൽക്കുന്നവരുടെ അഭിപ്രായങ്ങളും കേൾക്കാണ്ടിരിക്കുക. സ്വന്തമായിട്ടൊരു നിലപാടുണ്ടാകുക. ഓക്കെ, ഹാപ്പി ലൈഫ്.